ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെയധികം ആളുകളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന അടിപൊളി രണ്ട് എയർ ഡ്രോപ്പ് തരാൻ സാധ്യതയുള്ള പ്രൊജക്റ്റുകളാണ്. ഇത് രണ്ടും നമ്മൾ ടെലഗ്രാമിൽ കൂടെ തന്നെയാണ് ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം എവിടെ നോക്കിയാലും ഈ ഒരു ടെലഗ്രാം എയർ ഡ്രോപ്സിൻ്റെ ഒരു തരംഗമാണുള്ളത്. എൻ്റെ ഒരു ക്രിപ്റ്റോയിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കാലാകാലം നിലനിൽക്കില്ല. ഒരു ചുരുങ്ങിയ ടൈം പീരീഡിൽ മാത്രമേ ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ നിലനിൽക്കുകയുള്ളൂ. ആ ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ക്രിപ്റ്റോ മാർക്കറ്റ് എപ്പോഴും അങ്ങനെയാണ്, ഓരോരോ ട്രെൻഡുകൾ ഓരോ സമയത്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഇപ്പം നിലവിലുള്ള ഈ ഒരു ട്രെൻഡ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മൾട്ടിപ്പിൾ പ്രൊജക്റ്റുകളിൽ നിങ്ങൾ എയർ ഡ്രോപ്പ് ഫാം ചെയ്യുക. അപ്പം നമുക്ക് കൂടുതൽ റിവാർഡ്സ് കിട്ടാനുള്ള പോസിബിലിറ്റിയും വളരെ വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് പ്രൊജക്റ്റുകളെയും കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം കൂടുതൽ ലൈക്സ് കിട്ടുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വേഗം ഇടാൻ അതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ കൂടുതൽ സമയം വൈകിപ്പിക്കാതെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റുകളുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ രണ്ട് പ്രൊജക്റ്റുകളും നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം അണ്ടർ ഫാംഡ് ആണ്. അതായത് കൂടുതൽ പാർട്ടിസിപ്പൻസും കാര്യങ്ങളൊന്നും ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ കമ്പയർ ചെയ്യുമ്പം ഇല്ല. അതുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വളരെ വലിയ പ്രൊജക്റ്റുകൾ ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളാണ് ഇത് രണ്ടും. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് സംസാരിക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പിക്സൽവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിക്സൽവേഴ്സിൽ നിങ്ങൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ ജോയിനിങ് ലിങ്കും ആ വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു പിക്സൽവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിന് വളരെ വലിയൊരു ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യം ഞാൻ ഓൾറെഡി നമ്മുടെ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഇട്ട് ചെയ്തതിന് ശേഷമാണ് ഫണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ ട്വിറ്റർ പേജിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പിൻ ചെയ്ത് വെച്ചായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിക്സൽവേഴ്സ് ഏകദേശം 5.5 മില്യൺ US$ ഫണ്ടിങ്ങിലൂടെ റേസ് ചെയ്തിരിക്കുന്നത്. 5.5 മില്യൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 40-45 കോടി രൂപേൻ്റെയൊക്കെ അടുത്ത് വരും. അതുപോലെ തന്നെ അവരിപ്പോൾ തന്നെ ആ ഒരു ഗെയിമിൻ്റെ ഉള്ളിൽ കുറേയധികം ക്യാമ്പയിൻസ് കൊണ്ടുവന്നിട്ട് 100K USDT അതുപോലെ തന്നെ 200K USDT ഒക്കെയാണ് എല്ലാവർക്കും ഗിവ് അവേ ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ കയ്യിൽ അത്യാവശ്യം ഫണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഇൻവെസ്റ്റേഴ്സ് ആണുള്ളത്. ഡെൽഫി വെഞ്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അനിമോക്ക ബ്രാൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെറിറ്റ് സർക്കിൾ ഉണ്ട്. അങ്ങനെ വളരെ വലിയ ഇൻവെസ്റ്റേഴ്സ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് മിസ്സാക്കരുത്. ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ഇതിൽ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റും കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ്, അതുപോലെ തന്നെ സേഫ് പാൽ വാലറ്റ്, മോൺ പ്രോട്ടോക്കോളൊക്കെ ഇവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ്ഗറ്റ് അതുപോലെ തന്നെ ബൈബിറ്റ് ഒക്കെ ഓൾറെഡി ഈ ഒരു പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ രണ്ട് എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിങ്ങും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. സോ ഇത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് താല്പര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിലും കൂടെ നിങ്ങളുടെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർമിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീപ്പിൻ ആൻഡ് AI പ്രൊജക്റ്റാണ്. ഡീപ്പിൻ പ്രൊജക്റ്റുകൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ഡൗട്ടുള്ള ആളുകൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാവും. സോ ഇത് നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിളിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റിനും വളരെ വലിയ ബാക്കേഴ്സ് ഉണ്ട്. ആ ബാക്കേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോയിലെ വമ്പൻ പ്രൊജക്റ്റുകളായിട്ടുള്ള പോളിഗൺ അതുപോലെ തന്നെ ചെയിൻ ലിങ്ക് ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരും. അതൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ടോക്കൺ Q2 2024 ഇറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എക്സാക്ട് ഡേറ്റും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ടൈമൊക്കെ ഉണ്ട്. അവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പാർട്ട്നേഴ്സ് കാണാനായിട്ട് പറ്റും. പോളിഗൺ വളരെ വലിയ പ്രൊജക്റ്റാണ്, ചെയിൻ ലിങ്ക് വളരെ വലിയ പ്രൊജക്റ്റാണ്, മ്യൂട്ടബിളെക്സ് വളരെ വലിയൊരു ലെയർ 2 പ്രൊജക്റ്റാണ്, ഡാവോ മേക്കർ വളരെ വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ്. സോ ഈ കമ്പനീസൊക്കെ ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി എങ്ങനെ ഇവരുടെ ടെലഗ്രാം ബോട്ട് വഴി ഇവരുടെ സ്ലീപ്പ് കോയിൻസ് എന്നാണ് പറയുന്നത്, സ്ലീപ്പ് കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നോക്കാം. സോ ഇവരുടെ ടോക്കൺ ലിസ്റ്റിംഗ് വരുന്ന സമയത്ത് നമുക്ക് ഈ സ്ലീപ്പ് കോയിൻസ് വിറ്റിട്ട് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് സ്ലീപ്പ് കോയിൻ്റെ
ബോട്ട് നമ്മൾ ഓപ്പൺ ആക്കണം. ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ ടെലഗ്രാമിൽ ആ ഒരു ബോട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവരുടെ ബോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ ആണ്. ഞാൻ കുറേ സമയം ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ബോട്ട് നിങ്ങൾ സ്റ്റാർട്ട് കൊടുത്തിട്ട് ലോഞ്ച് ചെയ്യാം. ലോഞ്ച് ചെയ്യുമ്പോൾ എന്താ വരുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയായിരിക്കും. ഇങ്ങനെയൊരു ചന്ദ്രൻ്റെയൊക്കെ പടം തന്നിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റാർട്ട് സ്ലീപ്പിംഗ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്ലീപ്പ് കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സ്ലീപ്പ് കോയിൻസ് നമുക്ക് ഓരോ 8 മണിക്കൂർ കൂടുന്തോറും വൺസ് ക്ലെയിം ചെയ്യാം. ഒരു ദിവസം 3 പ്രാവശ്യം വെച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്ത് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ടാസ്കുകളുണ്ട്. അവരുടെ ടെലഗ്രാം, ഡിസ്കോഡ്, ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുക എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് സ്ലീപ്പ് കോയിൻസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 10 ഫ്രണ്ട്സിനെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വലിയ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തിട്ട് ഭൂരിഭാഗം ടോക്കൺസും കാര്യങ്ങളൊന്നും കൊണ്ടുപോകത്തില്ല എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനകത്ത് നിങ്ങൾ കയറുക, ഡെയിലി 8 മണിക്കൂർ കൂടുമ്പോൾ ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ഇനി എൻ്റെ ഒരു ഇൻവൈറ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പക്ഷേ അത് പെട്ടെന്ന് യൂസ് ചെയ്ത് തീരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇൻവൈറ്റ്സ് കോഡ് കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ട്വിറ്ററിൽ ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇടുന്നതായിരിക്കും. ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങളുടെ ഇൻവൈറ്റ് ലിങ്ക് കമൻറ്റ് ചെയ്യുക, ഓൾറെഡി ഉള്ള ആളുകൾ. അപ്പം നമുക്കെല്ലാവർക്കും 10 ഇൻവൈറ്റ് തയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവൈറ്റ് കോഡ് കിട്ടാനും പറ്റുന്നതായിരിക്കും. സോ മാക്സിമം ആൾക്കാർ ട്വിറ്ററിൽ വന്നിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവൈറ്റ് ലിങ്കും കമൻറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ട്വിറ്ററിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ഇതാണ് പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇൻവൈറ്റ് ലിങ്ക്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും. അപ്പം നമ്മളിന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 പ്രൊജക്റ്റുകളിലും നിങ്ങൾ ഇതുവരെ എൻട്രി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പാർട്ടിസിപ്പേഷൻ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ റിവാർഡ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.